ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വെക്കേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ചിക്കുക്കുട്ടി ഇന്ന് എൻ്റെ കൂടെ ഉണ്ട് വീഡിയോയ്ക്ക് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എന്താണ് ചിക്കു? ബോൾ ഗ്രേപ്സ് ജ്യൂസ്. ബോൾ ഗ്രേപ്സ് ജ്യൂസ് ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ വീട്ടിലെ തന്നെ ഗ്രേപ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് മേടിക്കുന്നതാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യുക, വെള്ളം ഒഴിച്ച്, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ യൂസ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. വിനീഗറും കൂടി ഒഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. കാരണം മരുന്നൊക്കെ അടിച്ചിട്ട് വരുന്നതല്ലേ, അതുകൊണ്ടാണ്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വേറെ മരുന്നൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രേപ്സ് ആണ്. അത് യൂസ് ചെയ്ത് നമുക്ക് ബോൾ ഗ്രേപ്സ് ഉണ്ടാക്കാം. ഇതേ ഇവിടെ നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുന്തിരി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇട്ടോ, പയ്യെ കയ്യിൽ നിന്ന് വീഴും. അതേ മുന്തിരി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ 5 മിനിറ്റ്, കറക്റ്റ് 5 മിനിറ്റ് വേണം നമ്മളത് കുക്ക് ചെയ്യാം. അപ്പം എന്താ ടൈം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചിക്കുവാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ, അതാണ് കറക്റ്റ് ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ചെയ്യുന്നത്. ഇതാ അങ്ങനെ ഞങ്ങൾ സമയം ഇനി 4:45, 4 മിനിറ്റ് ഉണ്ട്. 4 മിനിറ്റ് കൂടി കഴിയുമ്പോഴേക്കും ഇത് ആയി വരും. ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്, കറക്റ്റ് 5 മിനിറ്റ്. ഇനി നമ്മൾ ഇതൊരു അരിപ്പിലൂടെ അരിച്ച് മാറ്റുവാണ് കേട്ടോ. അതിൻ്റെ ജ്യൂസ് വേറെ, ഗ്രേപ്സ് വേറെ, അങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലെ ഗ്രേപ്സ് ആയത് കാരണം തന്നെ ഒത്തിരി കളറില്ല കേട്ടോ. ഇതാ ഇങ്ങനെ അരിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഗ്രേപ്സ് മാത്രം, ഇത് ജ്യൂസ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്, ഗ്രേപ്സ് മാത്രം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തണുത്ത വെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതേ തണുത്ത വെള്ളത്തിന് ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഇതിൽ നിന്ന് അതിൻ്റെ തോല് മാത്രം മാറ്റിയെടുക്കാം. എന്നിട്ട് ഗ്രേപ്സിൻ്റെ ഉള്ളിൽ ആ പൾപ്പ് നമ്മൾ ഈ തണുത്ത വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് തോല് മാറ്റുവാണ്. ഇനി നമ്മൾ ഈ ജ്യൂസ് മാറ്റി വെച്ചിരിക്കുന്ന, ആദ്യമേ നമ്മൾ ഫിൽറ്റർ ചെയ്ത് മാറ്റി വെച്ച ജ്യൂസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പാനിനകത്തേക്ക് ഒഴിച്ച് ഒന്നുകൂടി, ഇനി നമ്മൾ മുന്തിരിയുടെ ആ തോലെടുത്ത് വെച്ചിട്ടില്ലേ, അതുകൂടി അതിൻ്റെ ഉള്ളിലേക്ക്, ആ ജ്യൂസിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി കളർ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും കൂടി ഇടുവാണേ. അപ്പോൾ നമുക്കിത് ബോൾസ് ആയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ, ഇത് ഇച്ചിരി ഒന്ന് വെന്ത് പോയേ. അപ്പോൾ ഇതേ ഇങ്ങനെ ഞാൻ ഫിൽറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് മാറ്റാം. അതിനുശേഷം ഇതാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ. ഇത് നമ്മൾ പഞ്ചസാരയും അതുപോലെ തന്നെ മുന്തിരിയുടെ തോടും കൂടി ഇട്ട് ഒന്നുകൂടി തിളപ്പിച്ചില്ലായിരുന്നു, അതിനെ നമ്മൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് ഒന്നുകൂടി ഫിൽറ്റർ ചെയ്തെടുക്കണേ. ഇപ്പം അത്യാവശ്യം നല്ല കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഫിൽറ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൾപ്പ് കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് മാറ്റി ഗ്ലാസ്സിലാക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം കേട്ടോ. അപ്പം ഞാൻ ആ പൾപ്പും കൂടി അതിൻ്റെ ഉള്ളിൽ ചേർത്തിട്ടുണ്ട്. വീട്ടിലെ ഗ്രേപ്സ് ആയത് കാരണം തന്നെ ഭയങ്കര വലിയ കളറൊന്നും അല്ല കേട്ടോ കിട്ടുന്നത്. എന്നാലും നമുക്ക് വിഷരഹിതമായിട്ട് വീട്ടിൽ തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അത് ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ചിക്കുക്കുട്ടി തയ്യാറാക്കി ഗ്രേപ്പ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ആക്കുവാണേ. നല്ല മധുരം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് തണുത്ത വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിത് കുടിക്കാം. കുടിച്ചു എടുത്തു. ചികയാണ് തയ്യാറാക്കി, അപ്പം നമുക്ക് കുടിച്ചു നോക്കാം. നല്ല ടേസ്റ്റാ ഇല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കുറച്ചുകൂടി തണുത്തിട്ടാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.